കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെ വാക്കേറ്റം SFI UDSF പ്രവർത്തകർ തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായിരിക്കുന്നത്. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പ്രവർത്തകർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ തുടരുകയാണോ, അല്ലെങ്കിൽ സാഹചര്യം ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ടോ പ്രശ്നത്തിന്? സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അവിടേക്ക് UDSFന്റെ പ്രവർത്തകർ അനുമതിയില്ലാത്ത ആളുകൾ ഹാളിലേക്ക് കയറി എന്ന് ആരോപിച്ച് അത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു തർക്കം രൂപപ്പെട്ടത്. ഏതായാലും ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് ഈ പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ്. അതായത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവുമായി ഇവിടെ ഒരു UDSFന്റെ കാൻഡിഡേറ്റ് അവിടേക്ക് എത്തിയിരുന്നു. ആ സമയം തന്നെ ഈ വാതിലിനോട് ചേർന്ന് നിന്ന് UDSF മറ്റൊരു പ്രതിനിധി ഇയാളോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു SFI പ്രവർത്തകർ അതിനെ എതിർക്കാനുള്ള ശ്രമം നടത്തിയത്. അതാണ് പിന്നീട് ചെറിയൊരു വാക്കേറ്റത്തിലേക്ക് കടന്നത്. ഏതായാലും ഇപ്പോൾ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും വലിയ പോലീസ് സന്നാഹമൊക്കെ രാവിലെ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി പരിസരത്ത് ഒരുക്കിയിരുന്നു. കാരണം കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ഈ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് പോയതാണ്. അത്തരത്തിൽ വലിയ സുരക്ഷയിലാണ് ഇപ്പോഴേതായാലും കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വയനാട് റെപ്രസെൻറ്റേറ്റീവ് സീറ്റ് അത് UDSF സഖ്യം എതിരില്ലാതെ ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് സീറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ശക്തമായ മത്സരം എന്ന് പറയാനുള്ളത്. അതല്ലാതെ മറ്റ് സീറ്റുകളിൽ SFI വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. കഴിഞ്ഞ 26 വർഷമായി നടന്ന തെരഞ്ഞെടുപ്പുകളിലും SFI ആണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ നിലനിർത്തി വരുന്നത്. ഏതായാലും ഇരു വിഭാഗം പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ശരി.